തന്റെ അമ്മയെ അവസാനമായി ദൂരെ നിന്ന് കണ്ട ഹതഭാഗ്യവാനായ വി.എസ്. അച്യുതാനന്ദന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച എം. മുകേഷ് എം.എൽ.എ. കൈരളി ടിവിക്ക് വേണ്ടിയായിരുന്നു താൻ വി.എസിന്റെ അഭിമുഖമെടുത്തതെന്ന എം. മുകേഷ് കൊല്ലത്ത് ഒ. മാധവൻ ഫൗണ്ടേഷന്റെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം. മുകേഷ് എം.എൽ.എ. ആരോഗ്യരംഗത്ത് അത്യാധുനിക ചികിത്സ ഇക്കാലത്ത് കിട്ടുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു വി.എസിന്റെ ബാല്യകാലത്തെ അനുഭവങ്ങൾ എം. മുകേഷ് എം.എൽ.എ. പങ്കുവച്ചത്. പസൂരി പിടിപെട്ട് അമ്മയെ അവസാനമായി താൻ പുഴയുടെ മറുകരയിൽ നിന്ന് കണ്ടുവന്ന് വി.എസ്. വേദനയോടെ കൈരളി ടിവിയുടെ പരിപാടിയിൽ എം. മുകേഷ് എം.എൽ.എയോട് വെളിപ്പെടുത്തുകയായിരുന്നു. അച്യുതാനന്ദൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മ പസൂരി രോഗം വന്നു, സ്മോൾ പോക്സ്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായില്ല. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു പുഴയുടെ തീരത്തുള്ള ഒരു ടെമ്പററി കുടിലിനകത്ത് അമ്മയുണ്ട്. അപ്പോൾ അച്യുതാനന്ദൻ വിചാരിക്കുന്നത് കുറച്ച് ദിവസം വൈകി സുഖം ഭേദമാകുമ്പോൾ വരും, അമ്മയില്ലാതെ നമുക്ക് ജീവിതമില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല. ഓരോ ദിവസം വൈദ്യുതി വന്ന് അച്ഛനോട് പറയും, നഷ്ടപ്പെട്ട രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാര്യം റിക്കവറി ഇല്ല. വേദന ശമിക്കുവാനുള്ള എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ തനിക്കൊരു മാരക രോഗങ്ങളും വരില്ല, പിന്നെന്തിന് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെന്ന മലയാളിയുടെ പൊതുബോധത്തെ ഒ. മാധവൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ. വരദരാജൻ വിമർശിച്ചു. ഹോസ്പിറ്റലുകളിലും ഇതുപോലെയുള്ള ആളുകളുടെ രോഗങ്ങൾക്കുള്ള മരുന്ന് സൗജന്യമായി ആശുപത്രിയിൽ തന്നെ ചെല്ലണമെന്നില്ല. ആശുപത്രിയിൽ തന്നെ പോയി ഒരിക്കൽ ചിക്കെടുത്താൽ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കത്തക്ക തരത്തിൽ പോയി വാങ്ങിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഒ. മാധവൻ ഫൗണ്ടേഷനും ഡിഫോർട്ട് ആയുർവേദയും സംയുക്തമായാണ് കൊല്ലം പട്ടത്താനം സർവീസ് സഹകരണ ബാങ്കിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊല്ലം.